ഹലോ, നമ്മൾ സാധാരണ ക്യാബേജ് തോരനോ അല്ലാന്നുണ്ടെങ്കിൽ മെഴുക്കുവരട്ടിയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്നൊരു വെറൈറ്റി ആയിട്ടൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോയോളം ക്യാബേജ് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചിട്ട് വേണം ഒന്ന് വേവിക്കാനിടാൻ. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെയും 1/2 ടീസ്പൂണിൻ്റെ ഇടയ്ക്ക് അളവിൽ കടുകും, അതുപോലെ തന്നെ 2 വറ്റൽമുളകും കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് താളിച്ചെടുക്കുകയാണ്. അപ്പോൾ കറിവേപ്പിലയും കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് ഒരു മീഡിയം സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ സവാളയൊക്കെ ഒന്ന് പാതി വഴണ്ടിട്ട് വരണവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കാം. അപ്പോൾ ഒരുപാട് കളറൊന്നും മാറണ്ട, ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി ഇനി നന്നായിട്ടൊന്ന് വഴണ്ടിട്ട് വരണം, നന്നായിട്ട് വെന്ത് കിട്ടണം, അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വാടിയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയം തക്കാളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് ഒരു 3 പച്ചമുളകും ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർക്കണതുകൊണ്ട് തന്നെ 3 പച്ചമുളകാണ് ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഏകദേശം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് കിട്ടുക. അപ്പോൾ ഈ ഇട്ട പൊടികളുടെയൊക്കെ ആ ഒരു റോസ് സ്മെല്ലൊന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കാം. അത് കഴിഞ്ഞ് എണ്ണയൊക്കെ തെളിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം ആ ക്യാബേജും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ക്യാബേജ് ഒന്ന് ആദ്യം ഒന്ന് വാടിയിട്ട് കിട്ടണം. അത് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള ഒരു ചെറിയൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുട്ടയും കൂടെ ചേർക്കുന്നത്. അപ്പോൾ ക്യാബേജ് ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ ഇതുപോലെ പാത്രത്തിൻ്റെ ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 3 മുട്ടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുട്ടയിലേക്ക് ഞാൻ പ്രത്യേകിച്ച് ഉപ്പൊന്നും ഇടണില്ല. മുട്ട ഒരു 1/4 ഭാഗം വേവാവുന്നവരെ അവിടെ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചിക്കി എടുത്തിട്ട് ഇതിൻ്റെ കൂടെ കൂട്ടാണ് ചെയ്യണത്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർന്നിട്ടില്ല, കാരണം മറ്റേതിൽ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതും കൂടെ ആ ഒരു ലെവലായി പോയിക്കോളും. അപ്പോൾ ഞാൻ ഇത്രയും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ക്യാബേജിൻ്റെ കൂടെ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ചെയ്തത്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ക്യാബേജൊക്കെ ഇങ്ങനെ സാധാരണ ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ തക്കാളിയൊക്കെ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ക്യാപ്സിക്കവും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ക്യാബേജൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കുക. ഇതുപോലുള്ള ഒരുപാട് സിമ്പിൾ റെസിപ്പീസൊക്കെ നമ്മൾ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ട് ഒന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. വീണ്ടും നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനി കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.